ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ നിസാർ വിക്ഷേപിച്ചു. 2025 ജൂലൈ 30 വൈകിട്ട് 5:40 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇസ്രോയുടെ GSLV F-16 റോക്കറ്റിൽ ഇസ്രോ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ അതായത് നിസാർ എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത്. 743 കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക. 2400 കിലോഗ്രാം ഭാരമുള്ള നിസാർ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് 13,000 കോടിയിലധികമാണ്. ISRO ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഉപഗ്രഹം കൂടിയാണ് നിസാർ. ISROയുടെ S-ബാൻഡ് റഡാറും നാസയുടെ L-ബാൻഡ് റഡാറും ഉൾപ്പെടെ 2 SR റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത്. പകൽ, രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ ഇതിനാകും. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ദൗത്യം. പ്രധാന സവിശേഷതകൾ: ലോകത്തിലെ ആദ്യ ഡ്യുവൽ ഫ്രീക്വൻസി റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ്. നാസയുടെ L-ബാൻഡ്, ഇസ്രോയുടെ S-ബാൻഡ് റഡാറുകൾ ഉപയോഗിക്കുന്നു. സ്വീപ് സാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 743 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയെ ഓരോ 12 ദിവസവും സ്കാൻ ചെയ്യും. ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കാൻ സഹായിക്കും. കൃഷി, വനങ്ങൾ, ഹിമപാളികൾ, മണ്ണിലെ ഈർപ്പം എന്നിവയുടെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കും. 5 വർഷത്തെ ദൈർഘ്യമുള്ള ശാസ്ത്രീയ ദൗത്യമാണ്. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഒബാമയും തമ്മിൽ ഒപ്പുവച്ച കരാറിന്റെ ഫലമാണ് ഈ ദൗത്യം. നാസയും ഇസ്രോയും ചേർന്ന് ഉപഗ്രഹത്തിന്റെ വിവിധ ഘടകങ്ങൾ വികസിപ്പിക്കുകയും ടെസ്റ്റിംഗും നടത്തുകയും ചെയ്തു. ഗവൺമെന്റുകൾക്കും ഗവേഷകർക്കും നിസാർ നൽകുന്ന ഡാറ്റ ഉപയോഗം സൗജന്യവുമാണ്. ദുരന്തനിർമ്മാർജ്ജനം, കാലാവസ്ഥാ നിരീക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ അതിവേഗ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ഇത് ശാസ്ത്രം വഴി ലോകം ഒന്നാകെ ചേർന്ന് പ്രവർത്തിക്കാമെന്ന പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഇതുപോലുള്ള രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുമല്ലോ.